നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മൂന്നാഴ്ച നീണ്ടുനിന്ന പ്രചാരണം സമാപിച്ചു. വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിൽ മുന്നണികൾ. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കൊല്ലത്ത് UDFന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്തു മടങ്ങിയവർ സഞ്ചരിച്ച കാറിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കായിക താരങ്ങളായ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വള്ളിക്കീട് രാമൻകുളങ്ങര സ്വദേശികളായ പെൺകുട്ടികളെയാണ് KSU പ്രവർത്തകർ സഞ്ചരിച്ച കാർ ഇടിച്ചു വീഴ്ത്തിയത്. വിവിധ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ മുതൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ തിരക്ക്. ഗതാഗത നിയന്ത്രണം. വിശദമായ വാർത്തകളിലേക്ക്. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണം സമാപിച്ചതോടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 883 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയമിടിപ്പേറ്റുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. പ്രചാരണ പോരാട്ടത്തിന്റെ ആവേശം മാനമുട്ടയുയർത്തിയ കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണത്തിന് സമാപ്തിയായി. കേരളം മനസ്സൊരുക്കത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും. വോട്ടുറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട അണിയറ നീക്കങ്ങളിലാണ് മുന്നണികൾ. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെ വോട്ടെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികളുടെ വിതരണവും നടന്നുവരുന്നു. വിവിധ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി ശമ്പളത്തോടു കൂടിയ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വേനൽ ചൂട് കണക്കിലെടുത്ത് ബൂത്തുകളിൽ ഫാൻ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും. കൂടുതൽ ഇരിപ്പിടങ്ങളും സജ്ജമാക്കും. ന്യൂസ് ഡെസ്ക്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് കരുനാഗപ്പള്ളിയിൽ വിതരണം ചെയ്തത്. വിദ്യാധിരാജ കോളേജിലും ലോർഡ്സ് പബ്ലിക് സ്കൂളിലുമായിരുന്നു സാമഗ്രികൾ വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. കരുനാഗപ്പള്ളി, ലോർഡ്സ് പബ്ലിക് സ്കൂൾ, വിദ്യാധിരാജ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിതരണം. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ ലോർഡ്സ് സ്കൂളിൽ നിന്നുമാണ് വിതരണം ചെയ്തത്. ചവറ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിവേകാനന്ദ കോളേജിൽ നിന്നുമായിരുന്നു വിതരണം. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു കോളേജും സ്കൂളും ഉൾപ്പെടെ. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ തിരക്കാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ വസ്തുവകകളും, വോട്ടെണ്ണലിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും കൃത്യമായി എണ്ണി അടയാളപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഇത് തരംതിരിച്ച് പ്രത്യേകമായി ഒന്നും കുറവ് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയതും. തുടർന്ന് പോളിംഗ് സ്റ്റേഷനുകളിലായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് സാമഗ്രികളും വാഹനങ്ങളിൽ എത്തിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലത്ത് UDFന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്തു മടങ്ങിയവർ സഞ്ചരിച്ച കാറിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കായിക താരങ്ങളായ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വള്ളിക്കീട് രാമൻകുളങ്ങര സ്വദേശികളായ പെൺകുട്ടികളെയാണ് KSU പ്രവർത്തകർ സഞ്ചരിച്ച കാർ ഇടിച്ചു വീഴ്ത്തിയത്. കൊല്ലത്തെ കോൺഗ്രസ് നേതാവിന്റെ മകന്റെ കാറാണ് വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊട്ടിക്കലാശത്തിനു ശേഷം KSU പ്രവർത്തകർ സഞ്ചരിച്ച കാർ അമിത വേഗതയിൽ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കൊല്ലം വള്ളിക്കീഴ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ വള്ളിക്കീഴ് സ്വദേശി 14-കാരിയായ ചിന്നുലക്ഷ്മി, രാമൻകുളങ്ങര സ്വദേശിനിയായ 14-കാരി ധനലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ചിന്നുലക്ഷ്മി കായലിലേക്ക് തെറിച്ചു വീണു. ധനലക്ഷ്മി ഫുട്പാത്തിലെ സംരക്ഷണ കമ്പിയിൽ കുടുങ്ങിക്കിടന്നു. ഇരുവരെയും ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശ്രാമം ലിങ്ക് റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപമായിരുന്നു അപകടം. വാഹനം ഓടിച്ചിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി ദേവനന്ദിനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ ഹോക്കി സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം ചിന്നുലക്ഷ്മിയും ധനലക്ഷ്മിയും രക്ഷിതാക്കൾക്കൊപ്പം ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് അപകടമുണ്ടായത്.
കൊല്ലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മകന്റേതാണ് കാറെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തി. പരസ്യപ്രചാരണം സമാപിച്ചതു മുതൽ വോട്ടെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച വൈകിട്ട് 6 വരെയാണ് മദ്യനിരോധനം. മെയ് 4-നും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച വരെയാണ് സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരസ്യപ്രചാരണം സമാപിച്ച ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ തന്നെ മദ്യനിരോധനം പ്രാബല്യത്തിൽ വന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6 വരെയാണ് മദ്യനിരോധനം പ്രാബല്യത്തിലുള്ളത്. വോട്ടെണ്ണൽ ദിനമായ മെയ് 4-നും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവ വിൽക്കാനോ വിളമ്പാനോ പാടില്ല. വ്യക്തികൾ മദ്യം സൂക്ഷിച്ചു വയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ബാറുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ല. ഇതേസമയം എക്സൈസ് വകുപ്പ് പോലീസിന്റെ സഹായത്തോടെ കർശനമായ ലഹരി വിരുദ്ധ പരിശോധനകളും തുടരുകയാണ്. മദ്യം കൈവശം വയ്ക്കുന്നതോ ഉപയോഗിക്കുന്നതോ കണ്ടാൽ കർശനമായ നടപടിയാണ് സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കലാശക്കൊട്ട് വിവിധ കേന്ദ്രങ്ങളിലായാണ് നടന്നത്. ഓച്ചിറ ടൗണിൽ 3 മുന്നണികളുടെ പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായതോടെ ഇവിടം ജനസാഗരമായി. ആവേശകരമായ കലാശക്കൊട്ടായിരുന്നു ഓച്ചിറയിൽ നടന്നത്. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകർ ഓച്ചിറ ടൗണിൽ ഒത്തുചേർന്നു. LDF, UDF, NDA മുന്നണികളുടെ പ്രവർത്തകർ വാഹനങ്ങളിലും അല്ലാതെയും നഗരത്തിൽ ഒത്തുചേരുകയായിരുന്നു. ഇതോടെ കലാശക്കൊട്ടിന് പ്രദേശം ജനസാഗരമായി മാറി. മുദ്രാവാക്യം വിളിച്ചും ഗാനങ്ങൾ വെച്ചുമായിരുന്നു കലാശക്കൊട്ടിന്റെ പ്രചാരണം. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസും ഏറെ പണിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. കരുനാഗപ്പള്ളി ലോർഡ് സ്കൂളും വിദ്യാധിരാജ കോളേജുമായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായി നിശ്ചയിച്ചിരുന്നത്. ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി മാർക്കറ്റിൽ നിന്ന് തെക്കോട്ട് തിരിയാതെ നേരെ മിനി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ എത്തിച്ചേരാനായിരുന്നു നിർദ്ദേശം. കരുനാഗപ്പള്ളി മാർക്കറ്റ് റോഡ്, KSRTC റോഡിൽ നിയന്ത്രണ വിധേയമായി മാത്രമാണ് വാഹന ഗതാഗതം അനുവദിച്ചത്. കിഴക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് വശം വടക്കേ ആലിമുക്കിൽ നിന്ന് നേരെ പടിഞ്ഞാറേക്ക ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. വടക്കേ ആലിമുക്കിൽ നിന്ന് തെക്കോട്ട് തെക്കേ ആലിമുക്കിലേക്ക് നിയന്ത്രണ വിധേയമായി മാത്രമാണ് വാഹന ഗതാഗതം അനുവദിച്ചത്. ചവറ നിയോജകമണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ വിദ്യാധിരാജ കോളേജിലേക്ക് എത്തിച്ചേരുന്ന പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തേവർകാവ് ക്ഷേത്ര കോമ്പൗണ്ട്, മാർക്കറ്റിൽ മണ്ണേൽ ഗാർഡൻസ് വക സ്ഥലം, LICക്ക് സമീപം വാഗ്ബടാനന്ദാശ്രമം, വൈദ്യശാലയ്ക്ക് കിഴക്ക് എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിരുന്നു. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ ലോർഡ്സ് പബ്ലിക് സ്കൂളിൽ എത്തിച്ചേരുന്ന പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ NSB ഗ്രൗണ്ട്, നഗരസഭാ ബസ് സ്റ്റാൻഡ്, NS സാനിറ്ററി ഷോപ്പിന് കിഴക്ക് വശം എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യാനും ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആവേശം നിറച്ച കലാശക്കൊട്ടിന് ശേഷം നിശബ്ദ പ്രചാരണവുമായി മുന്നണികൾ. ശാസ്താംകോട്ടയിൽ ആവേശകരമായാണ് കലാശക്കൊട്ട് നടത്തിയത്. ഭരണിക്കാവ് ജംഗ്ഷനിലായിരുന്നു 3 മുന്നണികളുടെയും പ്രചാരണം പെയ്തിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം പെയ്തിറങ്ങുന്ന കലാശക്കൊട്ടായിരുന്നു ശാസ്താംകോട്ടയിൽ കണ്ടത്. കുന്നത്തൂർ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും കലാശക്കൊട്ട ഭരണിക്കാവിലായിരുന്നു നടന്നത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഭരണിക്കാവിലേക്ക് എത്തുകയായിരുന്നു. ചെറുപ്രകടനങ്ങളായും പ്രവർത്തകരെത്തി. ഭരണിക്കാവ് ജംഗ്ഷൻ നിറഞ്ഞതോടെ സംഘർഷം ഒഴിവാക്കാൻ ഓരോ മുന്നണികൾക്കും
ജംഗ്ഷനിൽ നിന്നുള്ള പാതകളിൽ പ്രത്യേക ഇടങ്ങൾ പോലീസ് ഒരുക്കി നൽകി. LDF-ന് അടൂർ റോഡിലും UDF-ന് ശാസ്താംകോട്ട റോഡിലുമായിരുന്നു സ്ഥലം അനുവദിച്ചത്. NDAയുടെ പ്രകടനം ചക്കുവള്ളി റോഡിലായിരുന്നു. എന്നാൽ ആവേശം അണപൊട്ടിയതോടെ നിയന്ത്രണങ്ങളെല്ലാം പാളി. ഒടുവിൽ 3 മുന്നണികളും ചേർന്ന് ജംഗ്ഷനെ ആവേശക്കടലാക്കി. ഇതിനിടയിൽ BJP LDF പ്രവർത്തകർ മുഖാമുഖം വന്നതോടെ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ഇടപെടുകയായിരുന്നു. പരസ്പരം കൊടികൾ വീശി പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നു. വലിയ വാഹനങ്ങളുടെ പുറത്തും സമീപത്തെ കെട്ടിടങ്ങളുടെ മുകളിലും വലിയ കൊടികൾ വീശിക്കൊണ്ട് കയറി നിന്ന യുവാക്കൾ ആവേശത്തിമർപ്പിലായിരുന്നു. അലങ്കരിച്ച പ്രത്യേക വാഹനത്തിലാണ് LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോനും UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരും നിലയുറപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി രാജീവ് പ്രസാദ് ക്രെയിനിൽ ഉയരത്തിൽ കയറി നിന്നാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. അമ്മൻകുടം തുള്ളലും വാദ്യമേളങ്ങളും പാരഡിഗാനങ്ങളും ആവേശം കൊട്ടിക്കയറുന്നതിന് മേമ്പൊടിയായി. യുവജന സംഘടനകളുടെ പ്രവർത്തകർ കൊടിവീശിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നൃത്തം ചവിട്ടിയും കൊട്ടിക്കലാശം കൊഴിപ്പിച്ചു. പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങിയതോടെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലാണ് നിലവിൽ മുന്നണി പ്രവർത്തകർ. വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണത്തിനാണ് അവസാന ദിവസമായ ബുധനാഴ്ച എല്ലാവരും പ്രാധാന്യം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ 20,87,992 വോട്ടർമാർ, 27,266 കന്നി വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 16,209 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കരുനാഗപ്പള്ളിയിലും ഏറ്റവും കുറവ് ഇരവിപുരത്തുമാണ്. 2256 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൊല്ലം ജില്ലയിൽ 27,265 കന്നി വോട്ടർമാർ ഉൾപ്പെടെ 20,87,992 വോട്ടർമാരാണുള്ളത്. 9,98,167 പേർ പുരുഷന്മാരും 10,89,804 പേർ സ്ത്രീകളും 21 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. ഇതിൽ 16,917 പേർ ഭിന്നശേഷി വിഭാഗവും 16,209 പേർ മുതിർന്ന വോട്ടർമാരുമാണ്. തെരഞ്ഞെടുത്ത ബൂത്തുകളിൽ വോട്ട് ചെയ്തിറങ്ങുന്ന കന്നി വോട്ടർമാർക്ക് മധുര സമ്മാനമായി ഇത്തവണ ഹൽവ നൽകും. വോട്ട് സ്റ്റീറ്റ് ഇൻ കേരള പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണിത്. വോട്ടർമാരിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് കരുനാഗപ്പള്ളിയിലാണ്. ഏറ്റവും കുറവ് ഇരവിപുരത്തും. 1,01,343 പുരുഷ വോട്ടർമാരും 1,10,168 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 2,14,513 വോട്ടർമാരാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിലുള്ളത്. 81,278 പുരുഷ വോട്ടർമാരും 87,584 സ്ത്രീ വോട്ടർമാരും 3 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 1,68,665 വോട്ടർമാരാണ് ഇരവിപുരത്തുള്ളത്. ജില്ലയിലാകെ 2,256 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1,816 പോളിംഗ് സ്റ്റേഷനുകൾ നഗരപ്രദേശങ്ങളിലും 440 പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപ്രദേശങ്ങളിലുമാണ്. 55 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 13 പിങ്ക് പോലീസ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൊല്ലം മണ്ഡലത്തിലെ തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് മോഡൽ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. 189 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സായുധ റിസർവ് പോലീസിനെ ഉൾപ്പെടെ ഇവിടെ നിയോഗിക്കും. എല്ലാ പോളിംഗ് ബൂത്തിലും വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം അതാത് ബൂത്തുകളിലെ പ്രശ്നങ്ങളും പരാതികളും അറിയിക്കാനും പ്രശ്ന പരിഹാരത്തിനുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൺട്രോൾ റൂമും സജ്ജീകരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണം സമാപിച്ചു. വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിൽ മുന്നണികൾ. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കൊല്ലത്ത് UDFന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്തു മടങ്ങിയവർ സഞ്ചരിച്ച കാറിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കായിക താരങ്ങളായ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വള്ളിക്കീട് രാമൻകുളങ്ങര സ്വദേശികളായ പെൺകുട്ടികളെയാണ് KSU പ്രവർത്തകർ സഞ്ചരിച്ച കാർ ഇടിച്ചു വീഴ്ത്തിയത്. വിവിധ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ മുതൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ തിരക്ക്. ഗതാഗത നിയന്ത്രണം.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.